ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാർ ഡ്രൈവിങ്ങിൽ പഠിക്കാൻ പോകുന്നത് ഒരുപാട് പേർക്ക് കാർ ഓടിക്കാനായിട്ടുള്ള പേടിയുള്ളവരുണ്ട്. അങ്ങനെ പേടിയുള്ളവർക്ക് നിങ്ങളുടെ ഫിയർ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ടുള്ള ചില ഡ്രൈവിംഗ് ട്രിക്കുകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതിന് നമ്മൾ ചെറിയൊരു വില്ലേജ് റോഡിലൂടെ ഓടിക്കുന്നു. അതുപോലെ തന്നെ പല ആൾക്കാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് തിരക്കുള്ള റോഡുകളിൽ ഡ്രൈവ് ചെയ്യാനായിട്ട്, അത് പ്രത്യേകിച്ച് സിറ്റിയുള്ള റോഡുകളിൽ. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴുണ്ടാകുന്ന പേടി പൂർണ്ണമായിട്ട് മാറ്റാനായിട്ടുള്ള ഒരു ട്രിക്കാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി ഞാൻ നിങ്ങളെ വണ്ടി ഡ്രൈവ് ചെയ്ത് നിങ്ങളുടെ പേടി മാറാനായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. അതിനു മുന്നേ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട 3 പോയിൻറ്റ്സ് പറയാം. അതായത് നമുക്കൊരു വണ്ടി ഏറ്റവും നന്നായിട്ട് ഓടിക്കണമെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങളിലാണ് പ്രധാനമായിട്ട് ശ്രദ്ധ വരേണ്ടത്. 1 സ്റ്റിയറിംഗ് കൺട്രോൾ, 2 നമ്മളുടെ ഫുട് പെഡലിൻ്റെ കൃത്യമായിട്ടുള്ള കൺട്രോളിങ്, 3 ഗിയർ ഷിഫ്റ്റിംഗ് പ്രോപ്പറായിട്ട് ചെയ്യുക. അപ്പം ഈ 3 കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് ബാലൻസ് ചെയ്യേണ്ടത്. അതിൽ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് പറഞ്ഞു തന്നതിന് ശേഷം വണ്ടി ഡ്രൈവ് ചെയ്ത് കാണിക്കുക. എന്നാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. അതായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഫുട് പെഡലിൻ്റെ കൺട്രോളിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഫുട് പെഡൽ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് നമുക്ക് കൃത്യമായിട്ടും ബാലൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് നിങ്ങൾ എപ്പോഴും ഈ കാല് യൂസ് ചെയ്യുന്ന സമയത്ത്, പെഡലിൽ കാല് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ അറ്റത്ത് കൊണ്ടുപോയി കാല് വെക്കരുത്. കാലെപ്പോഴും നമ്മളിത് ഇതുപോലെ ചേർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം ബ്രേക്ക് ചവിട്ടുന്ന സാഹചര്യങ്ങളിൽ ഇങ്ങനെ ചവിട്ടാതെ ഇങ്ങനെ ചേർത്ത് മേളിലേക്ക് വെക്കുക. എന്നിട്ട് ബ്രേക്ക് പെഡലിനോട് ചേർത്ത് ആയിരിക്കണം നമ്മൾ കാല് ഫിക്സ് ചെയ്യേണ്ടത്. അതിവിടെ ഉറപ്പിക്കണമെന്ന് നിർബന്ധമില്ല, ജസ്റ്റ് ഇവിടെ ഫ്രീ ആക്കി വെക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ ചെരിച്ച് ചവിട്ടിയാൽ നമുക്ക് പ്രോപ്പറായിട്ട് ആക്സിലറേഷൻ പെഡലിലേക്ക് വരാൻ കഴിയും. ഒരിക്കലും ഈ തുമ്പത്ത്, ആക്സിലറേഷൻ്റെ തുമ്പത്ത് നമ്മുടെ കാലും വരില്ല. ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ. അപ്പോൾ തുമ്പത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തെന്നിപ്പോകാൻ സാധ്യതയുണ്ട്, പ്രോപ്പറായിട്ട് ബാലൻസ് കിട്ടത്തില്ല. അപ്പോൾ അതിന് ഇങ്ങനെ കാല് യൂസ് ചെയ്യുക. ഓക്കെ, ഇത് ഒരു പോയിന്റ്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കാലെടുത്ത് വെച്ചിട്ട് വെറുതെ വീട്ടിലിരുന്ന് ഇത് ഈ ഇരിക്കുന്ന സമയത്ത്, അല്ല വണ്ടി കയറി ഇരിക്കുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഇത് ഈ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടൊരു ബാലൻസ് കിട്ടും. ഇനി ഇടത്തെ കാല് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇടത്തെ കാല് ഇതുപോലെ ഫ്രീ ആക്കി വെച്ചിട്ട് ഈ പെഡലിൽ ചവിട്ടുമ്പോൾ ഇവിടെ ചവിട്ടാതെ ഇങ്ങനെ ചേർത്ത് ചവിട്ടുക. ഓക്കെ, ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഈ ഇടത്തെ കാല് ഫ്രീ ആക്കിയിട്ട് ഇങ്ങനെ ക്ലച്ച് ചവിട്ടാനായിട്ട് നിങ്ങൾ കൃത്യമായിട്ടും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഞാൻ ബാക്കി 2 കാര്യങ്ങൾ, അതായത് സ്റ്റിയറിംഗ് കൺട്രോളും ഗിയർ ഷിഫ്റ്റിങ്ങും എങ്ങനെ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യണം എന്നുള്ളത് ഡ്രൈവ് ചെയ്ത് കാണിക്കാം. നിങ്ങളുടെ ഡ്രൈവിംഗ് പേടി പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. ഉറപ്പായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് പേടി മാറാനായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട 4 കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഒരു ഡ്രൈവർ കൃത്യമായിട്ടും വണ്ടി ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. ഈ ശ്രദ്ധയാണ് നിങ്ങൾക്കും ഡ്രൈവിങ്ങിൽ കിട്ടേണ്ടത്. അത് എന്തൊക്കെയാണെന്ന് നിങ്ങളെ ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളോട് പറയുന്നത് പോലെ തന്നെ നമ്മൾ ആദ്യം കാല് ബ്രേക്ക് വെക്കുക. ഇപ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയ ഇറക്കം കൂടിയ ഒരു സ്പേസിലാണ് നമ്മൾ വണ്ടി നിർത്തിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ബ്രേക്ക് കാല് വെച്ചിട്ട് വേണം ക്ലച്ച് ചവിട്ടാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ ക്ലച്ച് ചവിട്ടുമ്പോൾ എന്ത് ചെയ്യും, വണ്ടി ഉരുണ്ടു പോകും ഹാൻഡ് ബ്രേക്കിലല്ല. അപ്പോൾ എന്ത് ചെയ്യണം, എപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്താലും ആദ്യം ബ്രേക്കേ വെക്കുക. അപ്പോൾ നമുക്ക് വണ്ടി പേടിയില്ലാതെ ആദ്യം തന്നെ നമുക്ക് എടുക്കാനായിട്ട് ആദ്യം ബ്രേക്കേ വെക്കുന്നു, എന്നിട്ട് ക്ലച്ച് ചവിട്ടുന്നു. അതിനുശേഷം നമ്മൾ വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു. ശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട്. ഇനി ഞാൻ പ്രോപ്പറായിട്ട് റിവേഴ്സ് ഗിയറിലാണ് കിടക്കുന്നത്. ന്യൂട്രാക്കുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തിടുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഇനി നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, അതായത് നമുക്ക് ഒരു വണ്ടി നന്നായിട്ട് ഓടിക്കണം, പേടിയില്ലാതെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ 4 കാര്യങ്ങൾ നമ്മൾ ഒരേ ടൈമിൽ ഒരേ രീതിയിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ശ്രദ്ധക്കുറവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. അതിൽ ഏറ്റവും ആദ്യത്തെ ഒരു പോയിന്റ്, നമ്മൾ ഫ്രണ്ട് ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ഒരു വണ്ടിയുടെ ബാക്ക് സൈഡിലേക്കും നമ്മുടെ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ നോട്ടം ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നോക്കുന്ന ഈ സെയിം ടൈമിൽ തന്നെ എന്ത് ചെയ്യണം, റൈറ്റ് സൈഡിലെ മിററും ലെഫ്റ്റ് സൈഡിലെ മിററും സെൻറ്റർ മിററും നമ്മൾ മാറി നോക്കണം. അപ്പോൾ ഈ ഒരു നോട്ടം എപ്പോഴും ഒരു ഡ്രൈവർ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ മുന്നോട്ട് മാത്രം നോക്കിയല്ലേ ഇരിക്കുന്നത്. അവരുടെ ഒരു നോട്ടം ഇങ്ങനെ സെൻറ്റർ മിറർ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകും. അത് പ്രത്യേകിച്ച് ഒരു ഹോണടിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരുന്നില്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടും റൈറ്റ് മിററോ ലെഫ്റ്റ് മിററോ സെൻറ്റർ മിററോ നമ്മൾ ഒരു ഡ്രൈവർ കൃത്യമായിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ ആ ഒരു ശ്രദ്ധ വരിക. ഇനി രണ്ടാമത്തെ പോയിന്റ്, വണ്ടി ഓടിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് സ്റ്റിയറിംഗ് കൺട്രോളിന് പ്രാധാന്യം നൽകുക. ഓക്കെ, സ്റ്റിയറിംഗ് കൺട്രോളിന് പ്രാധാന്യം നൽകിയിട്ട്
ഗിയർ ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഗിയർ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് ഗിയർ ഇടരുത്. ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പാളിപ്പോകും. ബാക്ക് സൈഡ് നമുക്ക് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാൻ കഴിയില്ല. ഓക്കെ, ഇനി ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കും. ഇപ്പോൾ ഫസ്റ്റ് കൊടുക്കുന്നു, ബ്രേക്കിൽ നിന്ന് കാലെടുക്കുകയാണ്. എൻ്റെ നോട്ടം നിങ്ങൾ നോക്കുക, കൃത്യമായിട്ട് മുന്നോട്ടാണ് വരുന്നത്. അത് എന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ജസ്റ്റ് ക്ലച്ചിൽ നിന്ന് അയച്ച് ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് ഞാനിവിടെ വണ്ടി എടുത്തു. ഇറക്കം കൂടിയ ഒരു സ്പേസാണ്, നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു, ക്ലച്ചിൽ നിന്ന് അയച്ച് വണ്ടി എടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് തുടക്കത്തിൽ വണ്ടി എടുക്കാൻ പേടിയുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി നിർത്തിയെടുക്കാനായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. അതായത് ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയറിൽ എടുത്തിട്ട് സെക്കൻഡ് കൊടുക്കുന്നില്ല. നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് എടുക്കാൻ പേടിയുണ്ടെങ്കിൽ ആദ്യം ക്ലച്ചും ബ്രേക്കും ചവിട്ടിയിട്ട് ഇതുപോലെ വണ്ടി ഒന്ന് ഒരിടത്ത് നിർത്തിയിട്ട് വീണ്ടും എടുക്കുക. അങ്ങനെ ഒരു 3-4 തവണ നിങ്ങൾ വണ്ടി എടുക്കുന്നത് രാവിലെ എടുത്തുകൊണ്ട് പോകുന്നതിന് മുന്നേ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പം നമുക്ക് പ്രോപ്പർ ക്ലച്ച് കൺട്രോളിങ്ങും വണ്ടി പെട്ടെന്ന് നിർത്തിയെടുക്കാനായിട്ട് ഒരു ഐഡിയ കിട്ടും. ഇത് ഒരു തവണ എല്ലാ ദിവസവും തന്നെ ഇത് ഒരു 3-4 തവണ പ്രാക്ടീസ് ചെയ്യും. ഇതേ ബ്രേക്കിൽ വെച്ചേക്കുന്നു, എന്നിട്ട് പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടി ഇതേ മുന്നോട്ട് ഇങ്ങനെ എടുക്കുന്നു. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ ഇതേ പതുക്കെ അയച്ചെടുത്ത് ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു. വണ്ടി ഇച്ചിരി മൂവ് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യണം, വീണ്ടും പതുക്കെ വണ്ടി നിർത്തുക. വണ്ടി നിർത്താനായിട്ട് എന്ത് ചെയ്യണം, ആദ്യം പതുക്കെ നിർത്തുന്ന സമയത്ത് ആദ്യം ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വന്നാൽ മതി. കണ്ടോ, എന്നിട്ട് ഇനി വീണ്ടും വണ്ടി എടുക്കണം, ബ്രേക്കേ കാല് വെക്കുക. കയറ്റം കൂടിയ റോഡാണെങ്കിൽ ബ്രേക്കേ കാല് വെക്കുക, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരിക, എന്നിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുത്തിട്ട് ഇതുപോലെ വണ്ടി എടുക്കുക. കണ്ടോ, ഇപ്പം ഞാൻ വണ്ടി നിർത്തിയെടുത്തു. അപ്പോൾ ഇങ്ങനെ നിർത്തിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഞാനിത് കൂടുതൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്, ഞാൻ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് സ്റ്റിയറിംഗ് കൺട്രോളിനാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നത്. അപ്പോൾ തുടക്കത്തിൽ നിങ്ങളും പേടി മാറാനായിട്ട് എല്ലാ ഗിയറും ഇടുക എന്നുള്ളതല്ല, നിങ്ങൾ കൂടുതൽ പേടി മാറാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് തുടക്കത്തിൽ ഫസ്റ്റ് ഗിയറിൽ തന്നെ വണ്ടിയായിട്ട് പോകുക. ഫസ്റ്റ് ഗിയറിൽ ഞാനിങ്ങനെ വണ്ടിയായിട്ട് പോകുന്നു. കൂടുതൽ സ്റ്റിയറിംഗ് കൺട്രോളിന് പ്രാധാന്യം നൽകി പതുക്കെ ഫസ്റ്റ് ഗിയറിൽ ഞാനിത് ചെറിയൊരു റോഡിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാണ്. ഇപ്പോൾ ചെറിയൊരു കയറ്റമാണ്, നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ കയറി പോകുന്നു. ഇനി നമ്മൾ സെക്കൻഡ് ഗിയർ എപ്പോഴാണ് കൊടുക്കേണ്ടത്? നിങ്ങൾ എപ്പോഴും സെക്കൻഡ് ഗിയർ ഇടാനായിട്ട് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു വളവിലോ ഒരു തിരിവിലോ ഇടാതെ പരമാവധി നിങ്ങൾ റോഡ് സ്ട്രെയിറ്റ് ആകുന്ന സന്ദർഭത്തിൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പേടിക്കാതെ അടുത്തൊരു ഗിയർ ഇടാം. ഇനി ഇടുന്ന സമയത്ത് ഒരു കാരണവശാലും ലിവറിലേക്ക് നോക്കരുത്, നോട്ടം റോഡിലായിരിക്കണം. അതായത് ഇപ്പം ഇവിടെ വളവാണല്ലോ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ വളവ് മനസ്സിലാക്കിക്കൊണ്ട് വളവ് ഇവിടെ നിവർന്ന് റോഡിൽ വണ്ടി ഇപ്പോൾ സ്ട്രെയിറ്റ് ആയി കഴിയുമ്പോൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി സ്റ്റിയറിംഗ് കൺട്രോളിന് ആദ്യം പ്രാധാന്യം നൽകുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു. എൻ്റെ നോട്ടം നേരെ ഇങ്ങോട്ടാണ്. എന്നിട്ട് ഞാനിതേ ക്ലച്ച് പിടിച്ചിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ലിവറിലേക്ക് നോക്കരുത്, നമ്മുടെ നോട്ടം ഇവിടെ ആയിരിക്കണം. ജസ്റ്റ് നമ്മൾ ക്ലച്ച് പിടിക്കുക, അടുത്തൊരു ഗിയറിലേക്ക് ഇടുക. ഇപ്പോൾ ഞാൻ പ്രോപ്പർ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. എന്നിട്ട് നമ്മുടെ നോട്ടം ഇങ്ങനെ റോഡിൽ പോകുന്നു. സെക്കൻഡ് ഗിയറിൽ ഞാനിങ്ങനെ വണ്ടി കൺട്രോൾ ചെയ്ത് ഓടിക്കുകയാണ്. ഇപ്പോൾ ഞാനിതേ സെക്കൻഡ് ഗിയറിൽ പോകുന്നു. ഇനി ലെഫ്റ്റ് ടേൺ എടുക്കണം. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഞാനിതേ ഒരു മെയിൻ റോഡിലേക്ക് വണ്ടി ലെഫ്റ്റ് ടേൺ എടുത്ത് തിരിയാണ്. നിങ്ങൾ നോക്കുക, ഇപ്പോൾ നമ്മൾ സിറ്റിയിലേക്ക് വണ്ടിയായിട്ട് വരുവാണ്. നിങ്ങൾ നോക്കിയാൽ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നു. ഇനി സിറ്റിയിൽ നിങ്ങൾ വരുന്ന സമയത്ത് ഇനി നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഇടത്തെ കാല് ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങളെടുത്ത് ഇടത്തെ കാല് ക്ലച്ചിലൊന്ന് വെച്ചേക്കുക, ചവിട്ടി താക്കരുത്. ഇതിൻ്റെ കാര്യം ഇങ്ങനെ പറയുന്നത്, നമ്മൾ തിരക്കുള്ള റോഡിൽ ഓടിക്കുന്ന സമയത്ത് എപ്പോഴും വേണേലും ഒരു ചവിട്ട് വരാം. അപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് അത് കുറച്ച് പേടിയുള്ള ഒരു കാര്യമാണ്, പെട്ടെന്നൊരു വണ്ടി വന്ന് പെട്ടെന്ന് ചവിട്ടി നിർത്തുക എന്നുള്ളത്. അപ്പോൾ അതിന് ക്ലച്ച് കണ്ടുപിടിക്കണം, ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണം, ഇടത്തെ കാലെടുത്ത് ഇതുപോലെ ക്ലച്ച് പെടലിലേക്ക് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതുകൊണ്ട് ഇപ്പോൾ ഒരു വണ്ടി ഇങ്ങോട്ട് കയറി വന്നു, അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ചവിട്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലച്ച് ചവിട്ടാനായിട്ട് നമുക്ക് കഴിയും. ഇതൊരു ബിഗിനർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവേഴ്സിന് ഇതിൻ്റെ ആവശ്യമില്ല. അവർ ആവശ്യാനുസരണം ഇപ്പോൾ ഇവിടെ ആൾ വന്നു, ക്ലച്ചിലേക്ക് കാല് ഇങ്ങനെ ഒന്ന് വരിക. ഓക്കെ, എന്നിട്ട് നമ്മൾ കാലിങ്ങനെ മാറ്റി വെക്കുക. ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ ഒരു ഗട്ടർ വന്നു, ക്ലച്ചിലും ബ്രേക്കിലും എൻ്റെ കാല് വരുന്നു. എന്നിട്ട് വീണ്ടും ഞാനിത് ആക്സിലറേഷൻ കൊടുക്കുന്നു. ഇനി അടുത്ത തേർഡ് ഗിയർ ഇടുമ്പോൾ എന്ത് ചെയ്യണം, റോഡ് സ്ട്രെയിറ്റ് ആകുന്ന സന്ദർഭങ്ങളിൽ തേർഡ് ഗിയറിലേക്ക് ഇടുക. ഒരു കാരണവശാലും ഗിയർ ഇടുന്ന സമയത്ത് നമ്മുടെ നോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. കാരണം തിരക്കുള്ള റോഡിൽ ഓടിക്കുന്ന സമയത്ത് നമ്മുടെ നോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഏതെങ്കിലും ഒരു സൈഡിൽ പേടിക്കും. ഞാൻ ഇങ്ങോട്ട് നേരെ നോക്കുന്നു, സ്റ്റിയറിംഗ് കൺട്രോളിന് പ്രാധാന്യം നൽകുന്നു, റോഡ് സ്ട്രെയിറ്റ് ആയി, ക്ലച്ച് പൂർണ്ണമായിട്ട് പിടിക്കുന്നു. എന്നിട്ട് തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. കണ്ടോ, അപ്പോൾ പ്രോപ്പറായിട്ട് എൻ്റെ നോട്ടം റോഡിലാണ്. അപ്പോൾ ഞാൻ പ്രോപ്പറായിട്ട് ഗിയർ ഇട്ടു. അപ്പോൾ എനിക്ക് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റിയില്ല, പ്രോപ്പറായിട്ട് എൻ്റെ നോട്ടം റോഡിലുണ്ട്. കണ്ടോ, തേർഡ് ഗിയറിൽ ഞാനിപ്പോൾ വണ്ടിയായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ സ്ട്രെയിറ്റ് റോഡിൽ ഇങ്ങനെ പോകുന്നു, അത്യാവശ്യം തിരക്കുള്ള റോഡാണ്. ഇനി ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ മുന്നിൽ ഇങ്ങനെ പോകുമ്പോൾ ഈ സൈഡിൽ വണ്ടി ഒതുങ്ങി കിടപ്പുണ്ട്, മറ്റ് വാഹനങ്ങളൊക്കെ ഒതുങ്ങി കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇടത്തെ കാലെടുത്ത് ക്ലച്ച് പെടലിൽ വെക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ ഈ സൈഡിൽ കിടക്കുന്ന വണ്ടികളൊക്കെ പെട്ടെന്ന് മുന്നോട്ടെടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ മുന്നിൽ പോകുന്ന ഇതുപോലെയുള്ള വണ്ടികൾ പെട്ടെന്ന് ചവിട്ടി നിർത്താം. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ
ഇതേ ഇപ്പോൾ വണ്ടി ചവിട്ടി. അപ്പോൾ എനിക്ക് പെട്ടെന്നൊന്നും ചവിട്ടി നിർത്തണം, അല്ലെങ്കിൽ തേർഡ് ഗിയറിൽ പോകാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇടത്തെ കാല് ക്ലച്ചിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ക്ലച്ച് പിടിച്ചിട്ട് ദേ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചവിട്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വരാൻ കഴിയുന്നതാണ്. അപ്പോൾ ഒരു ബിഗിനർ ടൗണിൽ ഓടിക്കുന്ന സമയത്ത് ഈ ക്ലച്ചിൻ്റെ യൂസ് പ്രോപ്പറായിട്ട് നിങ്ങളിങ്ങനെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ സെക്കൻഡിൽ പോന്നു. ഇനി റോഡ് ഇവിടെ വീണ്ടും സ്ട്രെയിറ്റ് ആയി. അപ്പോൾ എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, ജസ്റ്റ് ഇപ്പോൾ ഇറക്കം കൂടിയ റോഡാണെങ്കിൽ ബ്രേക്ക് കാല് വെക്കുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ടും ചവിട്ടി പിടിക്കുന്നു. എന്നിട്ട് നമ്മളിത് റോഡിലേക്ക് നോട്ടം പ്രോപ്പറായിട്ട് പോവുക. ആ സമയത്ത് എന്ത് ചെയ്യണം, ഗിയർ ഇടുക. ഒരു കാരണവശാലും ഇങ്ങനെ നോക്കിയിടരുത്. ഇങ്ങനെ നോക്കിയിട്ട് കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ വരുന്ന വണ്ടികളെ നമ്മുടെ വണ്ടി പോയി പ്രോപ്പറായിട്ട് ഇടിക്കും. ഇപ്പോൾ തേർഡിൽ വരുന്നു. ഇനി വീണ്ടും നമ്മൾ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് തിരിയുകയാണ്. ഗിയർ അതേ ക്ലച്ചിൽ ഞാൻ കാലൊന്ന് വെച്ചേക്കാണ്. ഗിയർ ഒന്ന് ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ തിരിഞ്ഞതിന് ശേഷം റോഡ് സ്ട്രെയിറ്റ് ആകുമ്പോൾ വീണ്ടും സെക്കൻഡ് കൊടുക്കുക. ആ തിരിവിലിടാതിരിക്കുക. തിരിവിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോളും ഗിയറും കൂടെ ഒരുമിച്ചിടുമ്പോൾ ബാലൻസ് കിട്ടത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, വണ്ടി ഒന്നെങ്കിൽ തിരിഞ്ഞതിന് ശേഷം ഇടുക, അല്ലെങ്കിൽ തിരിയുന്നതിന് മുന്നേ, ഒരു ജംഗ്ഷനിൽ നമ്മൾ തിരിയാൻ തുടങ്ങുന്നതിന് മുന്നേ തേർഡിലാണ് വരുന്നതെങ്കിൽ അഡ്വാൻസ് ഗിയർ ഇടുക, അല്ലെങ്കിൽ തിരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു ബിഗിനർ ഓടിക്കുന്ന പോലെ തന്നെയാണ് ഓടിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് സെക്കൻഡ് 3 ഗിയർ, തേർഡ് ഗിയർ വരെ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇതേ വീണ്ടും ഇവിടെ ഒരു ട്രാഫിക് വന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുക, വീണ്ടും ഒരു ചെറിയ തിരക്ക് വരുവാണ്. അപ്പോൾ എൻ്റെ കാലിൽ ബ്രേക്ക് വരുന്നു. നേരത്തെ തന്നെ ക്ലച്ചിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചു, കാരണം ചിലപ്പോൾ എനിക്കിവിടെ വണ്ടി ചവിട്ടി നിർത്താം. കണ്ടോ, ഇപ്പോൾ ഇത് ഇവിടുന്ന് ഒരു വണ്ടി ഇങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കാലിൽ ബ്രേക്കിൽ ഇരിപ്പുണ്ട്. ഒപ്പം തന്നെ ഞാൻ ക്ലച്ച് ഇങ്ങനെ ചവിട്ടിയേക്കുന്നത് കൊണ്ട് തന്നെ ദേ എനിക്ക് സൈഡിലേക്ക് ചേരാം. ഇനി ഇവിടെ എവിടെയെങ്കിലും വണ്ടി നമുക്കൊന്ന് സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വരാം. ഇനി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഒരു ശ്രദ്ധ റൈറ്റ് മിററിലുണ്ടായിരിക്കണം. ഇതേ ഇപ്പോൾ പറയുന്ന വണ്ടികളുണ്ട്, ഞാൻ അത് റൈറ്റ് മിററിലൂടെ കണ്ടു. ഇതേ സെക്കൻഡ് ഗിയർ തന്നെയാണ് പോകുന്നത്. കണ്ടോ, അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേ ഇവിടെ തേർഡ് ഇടാം, ഫോർത്ത് ഇട്ട് എനിക്ക് ഡ്രൈവ് ചെയ്യാം. പക്ഷേങ്കിൽ ഒരു ബിഗിനറിന് ഇത് അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡൊക്കെ നിങ്ങൾ തിരക്കുള്ള റോഡുകളിൽ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഇട്ട് ഓടിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് 2 കാര്യം പെട്ടെന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇതുപോലെ വണ്ടി ഒരു സൈഡിൽ പാർക്ക് ചെയ്തിടുക, പ്രത്യേകിച്ച് ഹാൻഡ് ബ്രേക്കിലിടുക, ഒരു നിരപ്പ് റോഡിലിടുക, വണ്ടി ഉരുണ്ടു പോകാത്ത സിറ്റുവേഷനിൽ ഇട്ടിട്ട് വണ്ടി എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ വണ്ടി ഓടിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യണം. അതായത് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുന്ന പോലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യരുത്. അതിന് നമ്മൾ ആദ്യം ബ്രേക്ക് വരുന്നു, ക്ലച്ച് ഓട്ടുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയറിലേക്ക് നമ്മൾ ഇടുന്ന സമയത്ത് നമ്മൾ ഗിയർ ലിവറിലേക്ക് നോക്കാതെ നേരെ നോക്കിയിട്ട് ഫസ്റ്റ് ഗിയർ ഇടുക. എന്നിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കുന്നു, ക്ലച്ച് എന്ന് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വണ്ടി ഇങ്ങനെ എടുത്തു. സ്ട്രെയിറ്റ് റോഡിൽ വണ്ടി ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് അടുത്തൊരു ഗിയർ കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആക്സിലറേഷൻ കൊടുത്ത് പോകുന്നു, റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് കരുതുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, ഇതേ സെക്കൻഡ് ഇടുന്നു. കണ്ടോ, സെക്കൻഡ് ഇടുമ്പോൾ നമ്മൾ ലിവറിലേക്ക് നോക്കാതെ ഇങ്ങനെ ഇടുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ഇടുന്ന പോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ക്ലച്ച് എന്ന് അയക്കുന്നു, വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ ഇങ്ങനെ പോകുന്നു, റോഡ് സ്ട്രെയിറ്റ് ആണ്, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, ദേ ഗിയർ ലിവറെ നോക്കാതെ തന്നെ ദേ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. കണ്ടോ, തേർഡ് ഗിയറിലേക്ക് ഇട്ടു, വീണ്ടും ക്ലച്ച് എന്ന് അയച്ചു, വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് പോകുന്നു. അപ്പോൾ ഒരു എൻ്റെ സ്റ്റിയറിംഗിൽ ഇങ്ങനെയുണ്ട്, 2 കൈ ഇങ്ങനെ പിടിച്ചു പോകുന്നു. വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആണ്, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ടും ചവിട്ടി പിടിക്കുന്നു, സ്റ്റിയറിംഗ് കൺട്രോൾ ഇങ്ങനെ ചെയ്ത് റോഡിലേക്ക് നോക്കിക്കൊണ്ട് ഞാനിതേ ഗിയർ ലിവറിലേക്ക് നോക്കാതെ തന്നെ ഫോർത്തിലേക്ക് ഇടുന്നു. ഇനി ഗിയർ ഡൗൺ ചെയ്യണം, ഒരു ചെറിയൊരു കയറ്റം മുന്നിൽ കണ്ടു. അപ്പോൾ നമ്മൾ ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിച്ചിട്ട് നേരത്തെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്തിട്ട് തേർഡിലേക്ക് ഇടുന്നു. കണ്ടോ, ഇനി സെക്കൻഡിലേക്ക് ഇടണം, നേരെ ഇങ്ങനെ പോകുന്നു, ഒരു കയറ്റം വീണ്ടും കൂടുതലാണ്, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഇടുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ നിങ്ങൾ ഗിയർ ഡൗൺ ഷിഫ്റ്റും അപ്പ് ഷിഫ്റ്റും പ്രോപ്പറായിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കുന്നത് പോലെ ഇമാജിൻ ചെയ്തിട്ട് വണ്ടിയിലിരുന്ന് പ്രാക്ടീസ് ചെയ്ത് ഒരു കുറേ സമയം പ്രാക്ടീസ് ചെയ്യുക. ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വണ്ടിയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് കൺട്രോളും നിങ്ങൾക്ക് ഒപ്പം തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ബാലൻസ് ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പേടി മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഏറ്റവും ആദ്യം വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു തിരക്കില്ലാത്ത റോഡിലേക്ക് വണ്ടിയായിട്ട് വരിക. തിരക്കില്ലാത്ത റോഡിലേക്ക് വണ്ടിയായിട്ട് വന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ സ്റ്റിയറിംഗ് കൺട്രോളിന് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ട് റോഡ് സ്ട്രെയിറ്റ് ആകുന്ന സന്ദർഭങ്ങളിൽ ഓരോ ഗിയറും മുന്നോട്ടിട്ട് ഓടിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റിന് സെക്കൻഡും തേർഡും ഫോർത്തും നിങ്ങൾക്ക് ഇടാം. എന്നിട്ട് നമ്മൾ പിന്നീട് മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് മുന്നിലേക്ക് കയറ്റങ്ങൾ വരുന്നു. നമ്മുടെ വണ്ടി ഒരു 4th ഗിയറിലാണ് പോകുന്നതെങ്കിൽ മുന്നിലൊരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ നേരത്തെ 4th നിന്ന് തേർഡിട്ട് കൊടുക്കുക, അഡ്വാൻസ് ചെയ്യുക. ഇനി നമ്മൾ തേർഡിട്ട് കയറി പോകുന്നു, വണ്ടി പോകാൻ കഴിയുന്നില്ലെന്ന് തോന്നിയാൽ നേരത്തെ തന്നെ നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക,
അഡ്വാൻസ് ചെയ്യുക. വീണ്ടും സെക്കൻഡിലും പോകുന്നില്ലെങ്കിൽ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ പേടി മാറും. ഒപ്പം തന്നെ നമ്മുടെ നോട്ടം മുന്നോട്ട് നോക്കുന്നത് പോലെ തന്നെ എപ്പോഴും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു നോട്ടം റൈറ്റ് മിററിലും സെൻറ്റർ മിററിലും ലെഫ്റ്റ് സൈഡിലെ മിററിലും മാറി മാറി വരാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എത്ര തിരക്കുള്ള റോഡിലും നിങ്ങൾക്ക് നന്നായിട്ട് ഓടിക്കാം. തിരക്കുള്ള റോഡിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം, ക്ലച്ച് പെടലിൽ കൃത്യമായിട്ട് കാല് വരാനായിട്ട് ശ്രമിക്കണം. കാരണം ഓരോ തിരക്ക് വരുമ്പോഴും നമ്മുടെ വണ്ടി ചവിട്ടി നിർത്തേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ഗിയർ ഡൗൺ ചെയ്യേണ്ടി വരും. അതിന് ക്ലച്ച് പെടലിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും ഡ്രൈവിംഗ് പ്രാക്ടീസ്, വാഹനം ഓടിച്ച് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പഴയ വാട്സപ്പിൽ ആരും കോൺടാക്ട് ചെയ്യരുത്. പഴയ വാട്സപ്പ് നിലവിലില്ല, പുതിയ വാട്സപ്പ് നമ്പറാണുള്ളത്. അത് ഡീആക്ടിവേറ്റ് ആയിപ്പോയി പഴയത്. അതുകൊണ്ട് പുതിയ വാട്സപ്പിൽ എല്ലാവരും കോൺടാക്ട് ചെയ്യുക. ഒപ്പം എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും നാളെ കാണാം. ഓക്കെ, ബൈ.